തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടെ ഈ പറയുന്ന പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഗവർണർമാർ ബില്ലുകൾ ഒരനക്കവുമില്ലാതെ കാലാകാലങ്ങൾ പിടിച്ചു വെക്കുന്നുണ്ടാക്കുന്ന പൊല്ലാപ്പ് ചെറുതല്ല. അങ്ങനെയാണ് സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. കോടതിയും പറയുകയാണ് അങ്ങനെ പിടിച്ചു വെക്കാതിരിക്കലാണ് നല്ലത്. പക്ഷേ അങ്ങനെ പിടിച്ചു വെച്ചാൽ കോടതിക്ക് ജുഡീഷ്യൽ അവലോകനം നടത്താൻ പരിമിതിയുണ്ട്. അതുകൊണ്ട് തമിഴ്നാട് കേസിൽ ആ സമയപരിധി എടുത്ത് കളയുകയും ചെയ്തു. എങ്ങനെയാണ് അങ്ങയുടെ പ്രതികരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? സ്വാഭാവികമായിട്ട് നിലവിലുള്ള നിയമം അനുസരിച്ച് സമയപരിധി അൺലിമിറ്റഡ് ആണ് എന്നുള്ളതായിരിക്കാം അവിടുത്തെ ഒബ്സർവേഷൻ എന്ന് എനിക്ക് തോന്നുന്നു. അൺലിമിറ്റഡ് ആകുമ്പോൾ 2 കോൺസിക്വൻസസ് ഉണ്ട്. അതിലുള്ള പരിഹാരം കൂടി കാണേണ്ടി വരും. ഒന്ന്, അൺലിമിറ്റഡ് ആയിട്ട് ബില്ല് പിടിച്ചു വെച്ചാൽ സ്വാഭാവികമായിട്ട് നീതി ലഭിക്കേണ്ട ആളുകൾക്ക് പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നീതി ലഭിക്കാതെ പോകും. കാരണം ബില്ല് നിയമമായെങ്കിലും നിയമം നടപ്പാക്കാത്തത് കൊണ്ട്. അപ്പൊ 3 പ്രോസസ്സുകളൊക്കെയാണ്. ഒന്ന്, ഒരു ബില്ലിന്റെ സ്റ്റേജ് ഉണ്ട്. 2, ഒരു ലോയുടെ ഘട്ടമുണ്ട്. 3, അതിന്റെ ഇംപ്ലിമെന്റേഷന്റെ റൂൾസ് ഫ്രെയിം ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പൊസിഷനുണ്ട്. ഈ 3 നിലയിൽ കൂടെ നോക്കിയിട്ട് ഒന്നാം കഴിയുമ്പോഴാണ് ഈ ബില്ലിൽ ഒപ്പിട്ട് കൊടുക്കാത്തത് കൊണ്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ നിയമത്തിന്റെ ഗുണം കിട്ടണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ആ ഗുണം സമയത്ത് കിട്ടാതെ പോകുന്നു എന്നുള്ള വശം കൂടി നിൽക്കുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു കോൺസിക്വൻസ് ആണ്. അതേസമയം അതിന്റെ മേളിൽ ഒരു റൈഡ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനമെടുക്കുന്നത് അതും വേറെ പ്രശ്നം ഉണ്ടാക്കും. എനിക്ക് തോന്നുന്നത് സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാട് കറക്റ്റാണ്. അതിന്റെ സമയപരിധി നിർണ്ണയിക്കാൻ പറ്റില്ല. പക്ഷേ തിരുവഞ്ചൂർ, അതിനു മുമ്പ് കോടതി പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയ്യിൽ പിടിച്ചു വെക്കൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. ഗവർണറും രാഷ്ട്രപതിയും അധികാരത്തിന് മേൽ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് ഭരണയുടെ ആത്മാവിന് വിരുദ്ധമാണ് എന്നൊരു ഉപദേശ രൂപേണ ഒക്കെ കോടതി ആദ്യഘട്ടത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ അനിശ്ചിതമായി നീണ്ടാൽ അനിശ്ചിതം എന്നത് ഇപ്പോൾ ഇതിലിവിടെ പ്രശ്നം അനിശ്ചിതത്വത്തിന് ഒരു ഡെഫിനേഷൻ ഉണ്ടാവണമെന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഒരു ബില്ല് പോകുന്നു, ആ ബില്ല് കാലാകാലങ്ങളിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനങ്ങളുടെ പല നടത്തിപ്പും അവതാളത്തിലാകുന്നു എന്നുള്ളതാണല്ലോ ഈ കേസിന്റെ മെറിറ്റ്. ശ്രീ തിരുവഞ്ചൂർ, അപ്പോൾ അതിന് മറുപടി ആയിട്ടില്ല ഇപ്പോഴും. അത് തന്നെയാണ് ഞാൻ അവസാനം പറഞ്ഞു വരാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. കാരണം ബില്ല് അനിശ്ചിതമായി തടഞ്ഞു വെക്കുന്ന ഒരു നില വന്നാൽ ലോ മേക്കിംഗ് ബോഡിയാണോ വലുത്, അതെയോ ബില്ല് തടഞ്ഞു വെക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണോ എന്നുള്ളതാണ്. ഇപ്പോ ഗവർണർ എന്ന് പറയുന്നത് ഗവൺമെന്റ് എക്സ്ചക്കറിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇരിക്കുന്ന സീറ്റിന്റെ ഒരു മഹിമ വലുതുമാണ്. അതേസമയം ഒരു ലോ മേക്കിംഗ് ബോഡി അവരുടെ നിയമ ഇന്റൻഷൻ അനുസരിച്ച് ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ആ നിയമം സാധാരണഗതിയിൽ അംഗീകരിച്ചു പോകേണ്ടതാണ്. പക്ഷേ സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും അതോടൊപ്പം തന്നെ സെൻട്രൽ ലിസ്റ്റും ഈ 3 ലിസ്റ്റിൽപ്പെട്ട ഏത് കാര്യത്തെ നിയമം പാസ്സാക്കാൻ പറ്റില്ല. ഒന്നുകിൽ നിയമം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റിയിൽ നിന്ന് പെർമിഷൻ മേടിച്ചിരിക്കണം. അതിനുശേഷമാണ് ഈ ബില്ലിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് വരികിൽ അതിലൊരു തടസ്സം ഉണ്ടാകില്ല. അതേസമയം ബില്ല് പാസ്സാക്കി കഴിഞ്ഞ കേൾക്കാം. ബില്ല് പാസ്സാക്കി കഴിഞ്ഞതിന് ശേഷം ഇവിടെ മേളിലിരിക്കുന്ന ആളുകളിൽ സിഗ്നേച്ചർ മെഷീൻ മാത്രമാണ് എന്നുള്ള നിലയിലേക്ക് ആ ഓഫീസിനെ തരം താഴ്ത്തുന്നത് ശരിയല്ല എന്നായിരിക്കാം സുപ്രീം കോടതി പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ കണക്കാക്കിയാണ്. അതിന് സുപ്രീം കോടതി നിശ്ചയമായിട്ടും ഒരു കറക്റ്റായിട്ടുള്ള ഒരു ലൈൻ ഉണ്ടാക്കണം. ഇപ്പോഴും ആ കൺഫ്യൂഷൻ അങ്ങനെ നിൽക്കണം. അങ്ങനെ ലൈൻ ഉണ്ടായിട്ടില്ല. താങ്ക് യു തിരുവഞ്ചൂർ. ആർട്ടിക്കിൾ 200 പ്രകാരം അനിശ്ചിതമായി നീണ്ടുപോയാൽ സുപ്രീം കോടതി നടപടിയെടുക്കാൻ കഴിയും എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. പക്ഷേ അനിശ്ചിതമായി അനിശ്ചിതം എന്ന് പറഞ്ഞാൽ അത് എത്ര നാൾ ഗവർണറുടെ കയ്യിലിരുന്നാലാണ് അത് അനിശ്ചിതമാവുക എന്ന കാര്യത്തിൽ ഇപ്പോഴും അതിൽ വ്യക്തത സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നുമില്ല. എന്തായാലും ഇതിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് ഈ പറയുന്ന പ്രതിസന്ധി എന്നാണ് അതിൻ്റെ പൊളിറ്റിക്കൽ സൈഡ്. ഇതിൻ്റെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാവുന്നത് ഈ പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം മറ്റൊരു ഭരണഘടനാ സ്ഥാപനം തിരുത്തുന്നതിൽ ഏതെങ്കിലും തരത്തിൽ ഈ പരിമിതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി അക്കാര്യം പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.